അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല. അതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നോക്കാം. സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരുകയാണ്. പാലക്കാടും പുനലൂരും ആണ് ഇപ്പോൾ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. 39 ഡിഗ്രിയിലാണ് താപനില എത്തിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിലും ഉയർന്ന താപനിലയുണ്ട്. 38 ഡിഗ്രി വരെയാണ് താപനില ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ളവർ വലിയ മുൻകരുതൽ സ്വീകരിക്കേണ്ട ഒരു സമയമാണിത്. ഇതോടൊപ്പം തന്നെ താപനില ഉയർന്നതോടെ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിദിന ഉപഭോഗത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരുന്നത്. മിഥുൻ, എന്താണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക? അഭിലാഷ്, ഞാനിപ്പോൾ നമ്മൾ ഈ ലൈവ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിൽ 10 മണിയോട് അടുക്കുന്നു. ഇപ്പോൾ തന്നെ അസഹനീയമായ ചൂട് തന്നെയാണ്. ഇനി ഒരു 11 മണി 12 മണിയിലേക്ക് കടക്കുമ്പോൾ വലിയ കടുത്ത ചൂടുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ ഒരു വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാമെന്നൊരു ചോദ്യമാണ് ഉയരുകയും ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ മുഖ്യമന്ത്രി തീരുമാനമെടുക്കുകയും ചെയ്തത്. വൈകിട്ട് 3 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. അതായത് ഈ വൈദ്യുതി ഉപയോഗം സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത രീതിയിൽ റെക്കോർഡ് രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കാണുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസത്തെ കണക്കെടുക്കുമ്പോൾ തന്നെ 10 ലക്ഷം യൂണിറ്റിലേക്ക് കൂടി ഈ ഒരു വൈദ്യുതി ഉപഭോഗം മാറുന്നു എന്നുള്ളതാണ്. അതായത് ടോട്ടൽ കണക്കെടുക്കുമ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ പീക്ക് ടൈമിൽ മാത്രം 5000 യൂണിറ്റിന് മുകളിലേക്ക് ഈ വൈദ്യുതി ഉപഭോഗം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടിയ വൈദ്യുതി ചാർജ് നൽകിയാണ് സംസ്ഥാനം ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിദിനം മാത്രം 20 കോടിയിലധികം രൂപ വൈദ്യുതി വകുപ്പിന് കൂടുതൽ അധികമായി കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അത് അത്തരത്തിലൊരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജലവിഭവ വകുപ്പ് അല്ലെങ്കിൽ മറ്റു വകുപ്പുകളൊക്കെ തന്നെ ഭീമമായ തുക വൈദ്യുതി വകുപ്പ് നൽകാനുണ്ട്. അത്തരത്തിൽ അത് ഉടൻ തന്നെ നൽകണം എന്നുള്ള ആവശ്യം വൈദ്യുതി വകുപ്പ് മുന്നോട്ട് വെക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട വൈദ്യുതി വകുപ്പ് മുന്നോട്ട് വെക്കുന്നു. ഇക്കാര്യമൊക്കെ തന്നെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു സർചാർജ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള തീരുമാനത്തിലേക്ക് ഏതായാലും സംസ്ഥാനം കടക്കാനുള്ള ഒരു തീരുമാനമുണ്ട്. റെഗുലേഷൻ കമ്മീഷനെ ഇക്കാര്യം ബോധിപ്പിച്ചുകൊണ്ട് ഒരു സർചാർജ്, നമുക്കറിയാം നിരവധി തവണ ഈ സർചാർജ് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഭീമമായ തുക ഉപഭോക്താക്കൾ നൽകുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കടുത്ത പ്രതിസന്ധി അല്ലെങ്കിൽ വേനൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ സർചാർജ് വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇന്ന് കൈക്കൊള്ളുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് സംസ്ഥാനം കടക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ലോഡ് ഷെഡിങ്ങിലേക്ക് കൂടി കാര്യങ്ങൾ കടന്നാൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നുള്ള വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സർചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാനം നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. റൈറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ നടക്കുന്നു. അതിൽ ഒന്ന് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള യോഗം ആണ്. മറ്റൊന്ന് താപനില ഉയരുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി പ്രതിസന്ധിക്കുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള യോഗം ആണ്. വാർത്താനം